പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തെ തുടർന്ന് തൃശൂരിലെ സമവാക്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ പ്രതികരണം ഒന്നും തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നില്ല. പിന്നാലെയാണ് ഇങ്ങനെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പത്മജയ്ക്ക് ചാലക്കുടിയിൽ ഒരു സീറ്റ് നൽകാനുള്ള സാധ്യത അത് കൂടുതലാണ്. അകത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ബി.ജെ.പിക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. BDJS തന്നെയാണ് ആ എതിർപ്പ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ തനിക്കൊരു നിലപാടും പറയാനില്ല എന്ന്, അതൊന്നും തന്നെ തൻ്റെ പ്രശ്നമല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയത്. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നീണ്ടു നിൽക്കുകയാണെന്ന് രാത്രിയോടുകൂടി തന്നെയാണ് കൃത്യമായൊരു സൂചന ലഭിക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ശക്തരായ മത്സരാർത്ഥികളെന്ന് പറയുന്നത് ഒന്ന് സുരേഷ് ഗോപി, CPI-യുടേതായി VS സുനിൽകുമാർ, കോൺഗ്രസിൻ്റേതായി K മുരളീധരൻ. ശക്തിയേറിയ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കാര്യം തന്നെയാണ് കണ്ടറിയേണ്ടത്. മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഒഴിവ് തന്നെയാണ്, വിടവ് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം അതിശക്തമായൊരു മത്സരം തന്നെയാണ് വടകരയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. KK ശൈലജയെ നേരിടാനായി. അതുകൊണ്ട് തന്നെ ശക്തനായ മറ്റൊരു യുവ നേതാവിനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. ഷാഫി പറമ്പിലായിരിക്കും അവിടെ ഒരുപക്ഷെ മത്സരിക്കാൻ പോകുന്നതെന്ന സൂചന ലഭിക്കുന്നുണ്ട്. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് മുസ്ലിം വോട്ടുകൾ പരമാവധി സ്വരൂപിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ MLA വടകരയിലേക്ക് മത്സരിപ്പിക്കാനായി തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ T സിദ്ദിഖിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അന്തിമ തീരുമാനമായിട്ടില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും, കണ്ണൂരിൽ K സുധാകരനും പിന്നെയും മത്സരിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. സിറ്റിംഗ് MPമാരെ പരമാവധി അവിടെ തന്നെ പിടിച്ചു നിർത്താനും കൂടുതൽ വോട്ട് സമാഹരിക്കാനും അടുത്ത തവണ അത് വലിയ നേട്ടമാക്കി മാറ്റാനും തന്നെയാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. വലിയൊരു ഭാഗ്യപരീക്ഷണത്തിന് കോൺഗ്രസ് നിലവിൽ തയ്യാറല്ല. ഈഴ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പായതോടെയാണ് ആലപ്പുഴയിൽ KCയുടെ പേര് ശക്തമായി തന്നെ അലയടിക്കുന്നത്. എന്നാൽ രാഹുലും KCയും കേരളത്തിൽ മത്സരിക്കണമോ എന്ന ചിന്ത ഇപ്പോഴും AICCയെ വല്ലാതെ അലട്ടുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പട്ടിക സംബന്ധിച്ച അന്തിമ ചർച്ചയും നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ KCയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ പേരുകൾ കൂടി ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതും പ്രതീക്ഷിക്കാമെന്നാണ് സുധാകരനും പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും, എറണാകുളത്ത് ഹൈബിയും, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും, ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും, പാലക്കാട് VK ശ്രീകണ്ഠനും, ആലത്തൂരിൽ രമ്യ ഹരിദാസും, കോഴിക്കോട് MK രാഘവനും, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് സിറ്റിംഗ് MPമാർ. അവർ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് K മുരളീധരനെ തൃശ്ശൂരിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. TN പ്രതാപന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ സീറ്റ് നൽകാനാകും തീരുമാനം. കേരളത്തിലെ ഏറ്റവും മികച്ച നേതാവാണ് K മുരളീധരൻ എന്നാണ് TN പ്രതാപനും ഇതിന് പിന്നാലെ തന്നെ പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ ആര് തന്നെ മത്സരിച്ചാലും അവർക്കൊപ്പം തന്നെയായിരിക്കും താൻ ഉണ്ടാകുന്നത്. തൻ്റെ ജയമല്ല, മറിച്ച് കോൺഗ്രസ് വിജയിക്കേണ്ടതാണ് തൻ്റെ ആവശ്യമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.